ഇക്കുറി തീർത്ഥാടന കാലത്ത് എരുമേലിയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പേട്ട തുള്ളിയ ശേഷം കുളി കഴിഞ്ഞാൽ കുറി തൊടുന്നതിന് പണം നൽകണം. ആദ്യമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിന് കരാർ നൽകിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിന് സമീപം 4 ഇടങ്ങളിലാണ് കുറി തൊടുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരിടം 3 ലക്ഷം രൂപയ്ക്ക് കരാറായി, ബാക്കി 3 ഇടങ്ങൾ 7 ലക്ഷം രൂപയ്ക്ക് കരാറായെന്നാണ് വിവരം. ചന്ദനക്കുടി തൊടാനെത്തുന്ന ഭക്തരോട് 10 രൂപ വീതം വാങ്ങണമെന്നാണ് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി അയ്യപ്പന്മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ശരണം വിളിക്കാൻ, സ്വാമിയെ ശരണമയ്യപ്പ എന്നൊന്ന് വിളിക്കണമെങ്കിൽ പൈസ ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഞാനിത് പറയാൻ കാരണം, ഇവിടെ പേട്ട തുള്ളി അവർ കുളി കഴിഞ്ഞ് പ്രസാദം വാങ്ങി തൊട്ടുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു അമ്പലത്തിൽ ചെന്ന് പ്രസാദം തുടങ്ങുന്നതിന് 10 രൂപ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ലേലം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഹിന്ദു സമൂഹത്തിലോടല്ലാതെ എവിടെയെങ്കിലും നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ കേരള സർക്കാരിന്റെ ഈ തികഞ്ഞ സമീപനം എങ്ങനെയും കൊള്ളയടിച്ച് ഇവിടുത്തെ ഭക്തരെ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ ഖജനാവ് വീർപ്പിക്കുന്ന ഈ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി തൊഴുവാനും അവർക്ക് പ്രസാദം വാങ്ങുവാനും അയ്യപ്പനെ ദർശനം നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണം. തീർത്ഥാടന കാലത്ത് ക്ഷേത്ര നടപ്പന്തലിലും വ്യവസ്ഥകൾ പ്രകാരം ലേലം ചെയ്ത കടകളിലും ആനക്കൊട്ടിലിന് മുന്നിലും ഭക്തർക്ക് കൂടുതലുള്ള സൗകര്യം മുമ്പും ഉണ്ടായിരുന്നു. പേട്ടതുള്ളൽ കഴിഞ്ഞ കടവിൽ കുളിച്ച ഭക്തർ ഇവിടെ എത്തി ചന്ദനവും സിന്ദൂരവും ചാർത്തി പണം നൽകിയിരുന്നു. ക്ഷേത്ര ദർശനം നടത്തി പ്രസാദം വാങ്ങുന്നതിന് പുറമെയായിരുന്നു ഈ രീതി. ഇതാണ് ഈ കുറി ലേലത്തിൽ ഉൾപ്പെടുത്തി ദേവസ്വം ബോർഡ് കരാർ നൽകിയത്. അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എരുമേലി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ കുളിച്ചിട്ട് ഈ തോട്ടിൽ കുളിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഭസ്മമോ ചന്ദനക്കുറിയോ തൊട്ടാൽ അവരിൽ നിന്നും 10 രൂപ വെച്ച് ഈടാക്കുവാൻ വേണ്ടി ടെൻഡർ നൽകിയിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന നടപടിയല്ല. ദേവസ്വം ബോർഡിലേക്ക് 10 രൂപ വെച്ച് കരാറുകാർ അടയ്ക്കുമ്പോൾ ഇവിടെ വരുന്ന അയ്യഭക്തന്മാരിൽ നിന്ന് കരാറുകാർ മേടിക്കുന്നത് 20-30 രൂപയാണ്. ഇതിന് വ്യക്തമായ ഒരു പരിശോധനാ സംവിധാനങ്ങളും നിലവിലില്ല. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം ബോർഡ് ഈ ലേലം റദ്ദ് ചെയ്ത് അയ്യഭക്തന്മാർക്ക് സുഗമമായ തീർത്ഥാടന കാലയളവിൽ സ്വസ്ഥമായി കുളിക്കുവാനെങ്കിലും തൊഴുവാനെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, എരുമേലി.